തക്കാളി ചോറ്. അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ച് 1 സ്പൂൺ കടുക്, ഉലുവ, ജീരകം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു പിടി കറിവേപ്പിലയും 2 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. 2 സവോള പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ പൊടികളുടെ കളികളാണ്. എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഒരു തക്കാളി പൊടിയായി അരിഞ്ഞതും കൂടെ ചേർത്ത് ശകലം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുക. ഇനി കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറുവേരിൻ്റെ ചോറാണ്, അതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും തൂവി 1 നാരങ്ങയുടെ പകുതി നീരും കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെക്കുക. എന്നതിന് ശേഷം സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളിച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ പൊന്നൂസിനെ മോനേട്ടനൊക്കെ ഒന്ന് കഴിക്കാൻ കൊടുത്തേ. അപ്പം ഇത്രയേ ഉള്ളൂ.